ക്രിക്കറ്റിൽ ഒരിടയ്ക്ക് ഏറ്റവും കൂടുതൽ പഴികേട്ടിരുന്ന KL രാഹുൽ എന്ന ക്ലാസിക് ബാറ്റ്സ്മാന്റെ ഗംഭീര തിരിച്ചുവരവിനാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തി എതിരാളികളുടെ വായടപ്പിക്കുന്ന ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സ്. KL രാഹുലിന്റെ സമീപകാല IPL ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം കുറ്റപ്പെടുത്തലുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്ത്യൻ ടീമിലായാലും IPLലായാലും ഏത് ഫോർമാറ്റിലും ഏത് ബാറ്റിംഗ് പൊസിഷനിലും മികവ് പുലർത്താൻ സാധിച്ചിരുന്ന രാഹുലിന് ഒരിടയ്ക്ക് തന്റെ താളം ഒന്നു നഷ്ടപ്പെട്ടു. സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി ടീമിനെ മുന്നോട്ട് നയിക്കുന്നതിൽ പരാജയപ്പെട്ട രാഹുലിന് സെൽഫിഷ് പ്ലെയർ എന്ന ടാഗും ആരാധകർ പതിച്ചു നൽകി. എന്നാൽ ഇതേ സെൽഫിഷ് പ്ലെയർ 14 പന്തുകളിൽ 51 റൺസ് IPLൽ നേടിയപ്പോൾ അത് ചർച്ചയാക്കാൻ ആരും തയ്യാറായുമില്ല. 2023 ഇന്ത്യ വേദിയായ വേൾഡ് കപ്പിലെ ഒച്ചിഴയുന്ന വേഗത്തിലുള്ള രാഹുലിന്റെ ഇന്നിംഗ്സുകളും വിമർശകർ ആഘോഷിച്ചു. എന്നാൽ ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ അഹമ്മദാബാദിലെ പേസിനെ തുണയ്ക്കുന്ന പിച്ചിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ തുടർച്ചയായി പവലിയനിലേക്ക് മടങ്ങിയപ്പോൾ 107 പന്തുകളിൽ നിന്ന് 66 റൺസ് നേടി ക്രീസിൽ ക്ഷമയോടെ നിന്ന രാഹുലിന്റെ ശ്രമം വിഫലമായിരുന്നു. IPLലും രാഹുലിന്റെ സമാനമായ പ്രകടനം കാണാൻ സാധിക്കും. കഴിഞ്ഞ സീസണിൽ ലക്നൌ ടീമിന്റെ ഭാഗമായിരുന്ന രാഹുലിന് ടീമിന്റെ പരാജയത്തിന് ടീം ഓണർ സഞ്ജീവ് ഗോയങ്കയുടെ പരസ്യ വിമർശനത്തിനും പാത്രമായി. ക്യാപ്റ്റൻ, ബാറ്റ്സ്മാൻ, വിക്കറ്റ് കീപ്പർ എന്നീ നിലകളിൽ തിളങ്ങിയ രാഹുലിനെ ഈ സീസണിൽ ലക്നൌ കൈവിട്ടു. എന്നാൽ കയ്യിലിരുന്ന മാണിക്യത്തെ വിട്ടുകളഞ്ഞ അവസ്ഥയിലാണ് ലക്നൌ മാനേജ്മെന്റ്. കഴിഞ്ഞ സീസണിൽ കൈപ്പുനീർ കുടിക്കേണ്ടി വന്ന രാഹുൽ ഈ സീസണിൽ മധുരം നിറഞ്ഞ പ്രകടനങ്ങളാണ് ഇതുവരെ പുറത്തെടുത്തിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞു തുടങ്ങിയ രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ 51 പന്തിൽ 77 റൺസ് നേടി വിമർശകരുടെ വായടപ്പിക്കുന്ന ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്.